ആദ്യ തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിലേറിയെങ്കിലും എല്ലാ സീറ്റുകളിലും സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ കുറച്ചൊന്നുമല്ല പാർട്ടി സെക്രട്ടറി എം.എൻ. ഗോവിന്ദൻ നായർ ബുദ്ധിമുട്ടിയത്. 101 സീറ്റുകളിൽ സ്വന്തം സ്ഥാനാർത്ഥികളെ നിർത്തി. 18 സ്വതന്ത്രരെ പിന്താങ്ങി. 4 PSPക്കും 2 ലീഗിനും പിന്തുണ നൽകി. സ്വതന്ത്രരെ കണ്ടെത്തി മത്സരിപ്പിക്കുന്ന കാര്യത്തിലാണ് എം.എൻ. കുറെ അലഞ്ഞത്. എം.എൻ. ചില മണ്ഡലങ്ങളിൽ മത്സരിക്കാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ കണ്ടുപിടിച്ചതിനെക്കുറിച്ച് ഒരു സംഭവ കഥയുണ്ട്. ഹരിപ്പാട് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയെ കണ്ടെത്തിയതിനെക്കുറിച്ചാണ് കഥ. എം.എൻ. ഗോവിന്ദൻ നായരും മറ്റൊരു നേതാവും തിരുവനന്തപുരത്തേക്ക് വന്ന കാർ ഹരിപ്പാട് എത്തിയപ്പോൾ ബ്രേക്ക് ഡൗൺ ആയി. ഒരു വർക്ക്ഷോപ്പിൽ കാർ നന്നാക്കാൻ ഇട്ടു. കാർ നന്നാക്കുന്ന ഇടവേളയിൽ കടും ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ എം.എൻ. അവിടെയുള്ളവരോട് ചോദിച്ചു, ഇവിടെ ആര് നിന്നാൽ ജയിക്കും? NSS നേതാവായ രാമകൃഷ്ണപിള്ള നിന്നാൽ ജയിക്കുമെന്നായിരുന്നു അവിടെ നിന്നവരുടെ മറുപടി. കാർ നന്നാക്കി കിട്ടിയപ്പോൾ പുലർച്ചെ 2 മണിയായി. അന്നേരം കാർ നേരെ രാമകൃഷ്ണപിള്ളയുടെ വീട്ടിലേക്ക് വിട്ടു. ആ സമയത്ത് വീട്ടിൽ എം.എൻ.നെ കണ്ട് അമ്പരന്ന രാമകൃഷ്ണപിള്ള എം.എൻ.ന്റെ ആവശ്യം കേട്ട് ഒന്നുകൂടി അമ്പരന്നു. അങ്ങനെ ഹരിപ്പാട് രാമകൃഷ്ണപിള്ള എന്ന ചെങ്കളത്ത് രാമകൃഷ്ണപിള്ള 1ാം കേരള നിയമസഭയിൽ കമ്മ്യൂണിസ്റ്റ് പിന്തുണയുള്ള സ്വതന്ത്ര MLA ആയി. 1957 ഏപ്രിൽ 3-ന് EMS ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തി. സത്യപ്രതിജ്ഞ ചെയ്യേണ്ട മന്ത്രിമാരുടെ പട്ടികയും കൈമാറി. 8 കമ്മ്യൂണിസ്റ്റ് പാർട്ടി MLA-മാരും ജോസഫ് മുണ്ടശ്ശേരി, VR കൃഷ്ണയ്യർ, ഡോക്ടർ AR മേനോൻ എന്നീ 3 സ്വതന്ത്രരും മന്ത്രിമാരായി. മന്ത്രിസഭയുണ്ടാക്കാൻ ഗവർണർ EMS-നെ ഔപചാരികമായി ക്ഷണിച്ചു. അതിനു മുമ്പ് 5 സ്വതന്ത്രന്മാരെയും രാജ്ഭവനിൽ വിളിച്ചു വരുത്തി മന്ത്രിസഭയ്ക്കുള്ള പിന്തുണ ഉറപ്പുവരുത്താനും ഗവർണർ മറന്നില്ല. എം.എൻ. കണ്ടെത്തിയ ഹരിപ്പാട് നിന്നുള്ള സ്വതന്ത്രൻ രാമകൃഷ്ണപിള്ള ചെങ്കൊടി കെട്ടിയ കാറിൽ നേരെ രാജ്ഭവനിലെത്തിയാണ് സർക്കാരിനുള്ള പിന്തുണ പ്രഖ്യാപിച്ചത്.